തൃശൂർ പൂരത്തിന് ഒരുങ്ങി നാടും നഗരവും. നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട്. വിവാദങ്ങൾ ഒഴിവാക്കാൻ പൂരം നടത്തിപ്പിൽ ഇത്തവണ കനത്ത ജാഗ്രതയാണ് സർക്കാർ പുലർത്തുന്നത്. സ്വരാജ് റൗണ്ടിൽ നിന്ന് ഇത്തവണ പൂരം വെടിക്കെട്ട് കാണാൻ കഴിയും. പൂരനഗരിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചിഹ്നങ്ങൾ അനുവദിക്കില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ വിവലേഖകളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കോട്ടെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടാ. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണ് എന്ന കാര്യം പറഞ്ഞു. ഈ അവലോകന യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജനും ഉണ്ടായിരുന്നു. മുൻകൂർ അനുമതിയില്ലാത്ത ആംബുലൻസുകൾ പൂരനഗരിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നേരെയുള്ള മന്ത്രി കെ രാജന്റെ ഉള്ളിയമ്പ്. രാത്രി പൂരവുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് ശേഷം പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ ഏതെങ്കിലും വിധത്തിലുള്ള ദൈർഘ്യ തടസ്സങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്ന് ഇത്തവണത്തെ പൂരത്തിന്റെ പ്രത്യേകതയായിട്ട് പൊതുവിൽ ആലോചിച്ചു. 2 ചില്ലിൽ തന്നെ DMOയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസ് ഉള്ള വാഹനങ്ങൾ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടേണ്ടതുള്ളൂ എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിഖിൽ, അങ്ങനെ തൃശ്ശൂരിൽ പൂരക്കാലമാണ്. എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്ന് ചേർന്ന യോഗത്തിൽ നിഖിൽ? ഗുഡ് ഈവനിങ്. ഇന്നത്തെ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടു. വിവാദരഹിത പരാതിരഹിത പൂരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 ഈ ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരായ ഡോക്ടർ R ബിന്ദു, കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ വിശദമായിട്ടുള്ള അവലോകനം തന്നെ നടന്നു. പഴുതടച്ച രീതിയിൽ ഇത്തവണത്തെ പൂരം പരാതിരഹിത വിവാദരഹിത പൂരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയാണ് സാമ്പിൾ. അതിനുവേണ്ടി പൂർണ്ണമായും തൃശൂർ നഗരി ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ എത്തിത്തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല ജില്ലകളിൽ നിന്ന് പൂരപ്രേമികളായിട്ടുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഇതിനോടകം തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും, അവിടെയൊക്കെ ഇതിനോടകം തന്നെ ഫില്ലാണ്. കാരണം പല മേഖലകളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മന്ത്രി VN വാസവൻ പ്രധാനമായും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ തവണയൊക്കെ അവർ നേരിട്ടത് മാതിരിയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പോലീസുകാരുടെ പരിചയക്കുറവ് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തവണ മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഈ സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ വെടിക്കെട്ട് കാണാനാകും. വെടിക്കെട്ടിന്റെ മിഴിവേകുന്ന കാഴ്ചകൾ ഏറ്റവും അടുത്തുനിന്ന് കാണാനാകും. അതെല്ലാ സുരക്ഷയും പാലിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള സൗകര്യം കൂടി ഇത്തവണ ഒരുങ്ങുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, 4000-ഓളം പോലീസുകാരെ വിവിധയിടങ്ങളിൽ വിന്യസിക്കുന്നു. അവർക്ക് കുടിവെള്ളം, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കുടിവെള്ളം, അങ്ങനെയുള്ള തിരികെ യാത്ര, മടക്കയാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ട് സാമ്പിൾ അരങ്ങേറും. അതിനുശേഷം 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ പൂരത്തിന് വേദി ഒരുങ്ങുകയായി. എല്ലാ പൂരപ്രേമികളെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ് മന്ത്രിമാർ ഒത്തൊരുമിച്ച് പറഞ്ഞത്. ശരി, നിഖിൽ പ്രമേഷാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.